മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 ആക്കിയതാണ് ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനം. സ്ത്രീകൾ, യുവാക്കൾ, തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കായി പുതിയ പദ്ധതികളും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നെല്ലിന്റെ സംഭരണ വില 30 രൂപയാക്കി ഉയർത്തിയതും റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കിയതും കർഷകർക്ക് വലിയ ആശ്വാസമായി. സകല മേഖലകളെയും സ്പർശിച്ചാണ് മിനി ബജറ്റിന് സമാനമായ മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ പ്രഖ്യാപനങ്ങൾ. എല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് ഒട്ടന്തം വിട്ടുപോയ പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണം. ആദ്യം RDX റാപ്പ് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനകീയ പ്രഖ്യാപനങ്ങളുമായി ആത്മവിശ്വാസത്തോടെ കളം നിറയാനൊരുങ്ങുകയാണ് LDF സർക്കാർ. PM ശ്രീയിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കവെയാണ് വിവാദങ്ങളെല്ലാം തീർത്തും അപ്രസക്തമാക്കി പുതിയ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷനുകൾ കൂട്ടിയതിനോടൊപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി, യുവാക്കൾക്ക് സ്കോളർഷിപ്പ്, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ADS-ന് പ്രതിമാസ ഗ്രാന്റ്, എല്ലാവർക്കും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ ആവശ്യവും പരിഹരിച്ചു. നെല്ല് സംഭരണ വില 30 രൂപയാക്കിയ സർക്കാർ റബ്ബർ കർഷകർക്കുള്ള താങ്ങുവില 200 രൂപയാക്കി ഉയർത്തി. സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഒരു ഗഡു DA കുടിശ്ശിക 4% നവംബറിലെ ശമ്പളത്തിനൊപ്പം വിതരണം ചെയ്യും. സാമൂഹിക ക്ഷേമ പെൻഷൻ 200 രൂപ വർദ്ധിപ്പിക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ഇരട്ടി 400 രൂപ കൂട്ടി 2000 രൂപയാക്കിയത് അപ്രതീക്ഷിതമായി. കേരളപ്പിറവി ദിനത്തിൽ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെയുള്ള പിണറായിയുടെ ഈ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ അന്താളിപ്പിലാണ് പ്രതിപക്ഷം. RDX റാപ്പ് ന്യൂസ് മലയാളം. ക്ഷേമ പെൻഷൻ വർധനയടക്കം വമ്പൻ ജനകീയ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ സർക്കാരിന് 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് നേരത്തെ പറയുന്നത്. ഇതിപ്പോ ഇത്രയും ബാധ്യത വരും എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. ഡാറ്റാ ഷീറ്റിലേക്കാണ്. വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. പ്രതിമാസ ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും. 33,34,000 സ്ത്രീകൾ ഗുണഭോക്താക്കളാകും. പ്രതിവർഷം 3,800 കോടി രൂപ സർക്കാർ ഇതിനായി ചെലവിടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതീ യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ 5 ലക്ഷം യുവതീ യുവാക്കൾ ഗുണഭോക്താക്കളാകും. കുടുംബശ്രീക്ക് കീഴിലുള്ള 19,470 ADS-മാർക്ക് പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം 1000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാരുടെ പ്രഖ്യാപനമാണ് മറ്റൊരു പ്രധാനപ്പെട്ടത്. പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 26,125 പേർക്ക് ഇതിന്റെ ഉപകാരം ലഭിക്കും. അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷാമബത്ത 4% അനുവദിച്ചിരിക്കുന്നു. നെല്ല് സംഭരണ വില 30 രൂപയാക്കി ഉയർത്തി. മില്ലുടമകളുടെ കുടിശ്ശിക നൽകാനും തീരുമാനമായി. റബ്ബർ കർഷകർക്കുള്ള താങ്ങുവിലയാണ് കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. 200 രൂപയാക്കി റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു. സാക്ഷരതാ പ്രേരക് പ്രതിമാസ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികളുടെ കൂലി 50 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഗസ് അധ്യാപകരുടെ പ്രതിമാസ വേതനം 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു.
SC ST മെട്രിക് സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംസ്ഥാന വിഹിതം കൂട്ടുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വർദ്ധിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് ധനസഹായം അനുവദിക്കും. നവംബർ 1 മുതൽ പ്രഖ്യാപനങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ വേഗത്തിൽ, വളരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഹർഷൻ, യഥാർത്ഥത്തിൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. ഇന്ന് പ്രധാനമായും വാർത്തയാകേണ്ടത്, അല്ലെങ്കിൽ RDX ഉൾപ്പെടെയുള്ള വിശകലന വേദികളുടെ പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ടിരുന്നത് PM ശ്രീയാണ്. ഒറ്റയടിക്ക് മറിച്ച് കളഞ്ഞ പ്ലേറ്റ്. അത് എല്ലാ ഘട്ടത്തിലും, അതായത് പിണറായി വിജയൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും അതിനുശേഷം ഇങ്ങോട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷവുമൊക്കെ നമ്മൾ പതിവായി കാണുന്ന ഒരു സംഗതിയാണ്. വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം നയിക്കുന്ന സംവിധാനം ചെന്ന് പെടുമ്പോൾ അദ്ദേഹം നേരിട്ട് ആ സ്റ്റിയറിംഗ് എടുക്കുകയും അദ്ദേഹം ഇതിനെ നിയന്ത്രിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കുകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്ത് വളരെ ബുദ്ധിശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും അതിനപ്പുറത്ത് ഈ എന്താണ് ഒരു ഇടത് സർക്കാർ നേരിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ജനകീയ വിഷയങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളത് കൊണ്ടും അത് നയിക്കുന്ന മുന്നണിക്കുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതെല്ലാം നടപ്പാവുന്നത്. അതല്ലാതെ പിണറായി വിജയൻ്റെ മാത്രം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി ഇതിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കേരളം മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ കാര്യത്തിൽ ധനവകുപ്പ് കൂടിയാണ്. ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനും ഈ നിലയ്ക്ക് സുഗമമായി കാര്യങ്ങൾ, ഈ പ്രഖ്യാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനും ഈ മന്ത്രിസഭയ്ക്കും CPIM CPI എല്ലാം ഉൾപ്പെടുന്ന ആ മന്ത്രിസഭയ്ക്കും പകർന്നു കൊടുത്തതുമൊക്കെ ധനവകുപ്പാണ് എന്നതുകൂടി നമ്മളിപ്പോൾ പറഞ്ഞു പോകണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉന്നയിക്കുന്ന ആ വിഷയങ്ങളിലൂടെ CPI അവരൊരു അവരുടെ ആദർശാത്മക നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി ആദർശ പാർട്ടിയാണ് എന്നുള്ളത് അവരാവർത്തിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിന് വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ആദർശാത്മകതയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിൽക്കാം. പക്ഷേ കടന്ന കയ്യിലേക്കൊന്നും അവർ കടക്കാതിരുന്നത് നന്നായി. കാരണം ഇപ്പോൾ അവർ മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അതായത് വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രിമാർ രാജിവെച്ചാൽ എന്താണ് കുഴപ്പം എന്ന ആലോചന ആ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് പുറമേ നിന്നിട്ട് പിന്തുണ കൊടുക്കാമെന്നുള്ള ആലോചന ആ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ രാജിവെച്ചിരുന്നെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോൾ അവർ പുറത്താകുമായിരുന്നു. അവർ പുറത്ത് നിൽക്കേണ്ടി വന്നേനെ. എന്തായാലും അത്രയും അബദ്ധത്തിലേക്കൊന്നും പോയില്ല. അത് മാത്രമല്ല, അവർക്ക് അവരുടെ പാർട്ടിയുടെ യശസ് നിലനിർത്താനും അവരുടെ അവരുടെ ആദർശാത്മകത സംരക്ഷിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനകീയ സർക്കാരാണ് എന്നുള്ള പ്രതിച്ഛായ അതാണ് കഴിഞ്ഞ കുറേ കാലമായി സ്വാഭാവികമായും അതിനുവേണ്ട ബോധപൂർവമായ ശ്രമം സർക്കാർ തുടർച്ചയായി നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൽ അവർക്ക് വലിയൊരു അളവ് മുന്നോട്ട് കുതിക്കാനും ഈ ഇന്നത്തെ പ്രഖ്യാപനങ്ങളിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിൽ പല വിഷയങ്ങളിലും കാലങ്ങളായി ഈ ആവശ്യങ്ങൾ നിലനിന്നിരുന്ന വിഷയങ്ങളിൽ വലിയ പരിഹാരമുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല. അതായത് ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ, അല്ലെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ, അത് ഒക്കെ യഥാർത്ഥത്തിൽ വളരെ ആഴത്തിലുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. കാരണം അതൊരു നിരന്തര പ്രശ്നമായിരുന്നതാണ്, വലിയ കുടിശ്ശിക ഉണ്ടായിരുന്നതാണ്. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയാണ് ഇതോടെ. ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന പല സമരങ്ങളെയും അഡ്രസ്സ് ചെയ്തിരിക്കുന്നു ഒറ്റയടിക്ക് എന്നുള്ളതാണ്. നമ്മൾ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ലാഘവത്തോടെയാണ് പൊതുവെ മാധ്യമങ്ങൾ ഇതിനെ കണ്ടത്. കാരണം അതായത് ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഒരു അങ്കലാപ്പുണ്ട്. ആ അങ്കലാപ്പോടെ തന്നെ ഇതല്ലല്ലോ ആരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു. ആ പ്രഖ്യാപനങ്ങളെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ മാത്രമാണ്, ന്യൂസ് മലയാളം മാത്രമാണ് ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്നുള്ള വാർത്ത ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അത് റിപ്പോർട്ട് ചെയ്തത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഏതാണ്ട് ആ പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിനപ്പുറത്തുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന മട്ടിലാണ് ഇതിനെ കണ്ടത്. പക്ഷേ അങ്ങനെ അല്ല. ഇത് സമരങ്ങൾ നടന്നിരുന്ന,
വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്ന, പരാതികളും ഈ നിവേദനങ്ങളും തുടർച്ചയായി പോയിക്കൊണ്ടിരുന്ന വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് പല വിഷയങ്ങളിലും ഇപ്പോൾ വിവിധ തരത്തിലുള്ള കാർഡുകാർക്ക് ഓരോ തുക തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഈ സ്ത്രീകളെ പൊതുവെ കൂടുതൽ പരിഗണിക്കുന്ന സമീപനത്തിലേക്ക് പോയത്. അതായത് 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീയും പരിഗണിക്കപ്പെടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് വേറൊരു തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി ഈ ചർച്ചയായിരുന്ന, പരാതികൾ ഉയർന്നിരുന്ന എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്തിരിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിനോട് പ്രതികരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ്. അത് തൽക്കാലം അങ്ങനെ പ്രതികരിക്കാൻ കഴിയും. പക്ഷേ അത് എത്രത്തോളം ജനങ്ങൾ എടുക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണിത്, മറ്റൊരു സർക്കാർ, ഈ പിണറായി സർക്കാരിൻ്റെ തന്നെ തുടർച്ചയാണ്. അന്ന് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഉയർന്ന വിമർശനം ഇത് തുടർന്നു വരുന്ന സർക്കാരിന് ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വയ്ക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ആ തുടർന്ന് വന്ന സർക്കാർ എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ സർക്കാരായിരുന്നു, പിണറായി വിജയൻ നയിച്ച സർക്കാർ തന്നെയായിരുന്നു. ആ സർക്കാർ അന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 2500 ആക്കും എന്നാണ്. അതിലേക്ക് ഇവർക്ക് പോയേ പറ്റൂ. കാരണം ഇത് തുടങ്ങി വെച്ചല്ലോ, അതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, ആ പ്രഖ്യാപനത്തെ എത്തിക്കേണ്ടതുണ്ട്. ഒറ്റയടിക്കൊരു വലിയ പ്രഖ്യാപനത്തിലേക്ക് പോവുകയല്ല ചെയ്തത്, ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് ബാധ്യതയാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ആ ചിന്ത ഉണ്ടാവും, ഇത് ഈ പ്രഖ്യാപിച്ചതിന് ശേഷം കിട്ടാതെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സംസ്ഥാനം 5 വർഷം മുമ്പ് എന്തായിരുന്നോ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, അതിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. ഏറ്റവും വലിയ കടക്കണിയിൽ കിടക്കുന്ന സംസ്ഥാനം ഇന്നിപ്പോൾ കേരളമല്ല, വേറെ പല സംസ്ഥാനങ്ങളും കേരളത്തിന് മുന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഏതാണ്ട് 25% കേന്ദ്രവിഹിതത്തിൽ വലിയ കുറവ് ഒറ്റയടിക്കുണ്ടാവുന്ന ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. ഏതെല്ലാം തരത്തിലാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി മുറുക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ കൂടി തുടർച്ചയാണല്ലോ ഈ ഇപ്പോൾ ഉണ്ടായിരുന്ന PM ശ്രീ വിവാദം അടക്കമുള്ള വിഷയങ്ങൾ. ആ സാമ്പത്തിക വിഷയങ്ങളിലാണ് അതും ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ സംസ്ഥാനത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. മാത്രമല്ല ഈ കടത്തിൻ്റെ വളർച്ചയിൽ കടം പെരുകുക എന്നതോ വർദ്ധിക്കുക എന്നതോ ആണ് കഴിഞ്ഞ കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കടത്തിൻ്റെ വർധനയിൽ കുറവുണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ 30 വർഷത്തിനിടെ ആദ്യമായി സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ 30 വർഷം ഇത് വർദ്ധിക്കുക എന്നത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ കുറവുണ്ടായിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പണം ഉള്ളതുകൊണ്ടാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്. അത് തീർച്ചയായും ധനവകുപ്പിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. ഇതിൻ്റെ ഒരു കയ്യടി തീർച്ചയായും ധനമന്ത്രി KN ബാലഗോപാലിന് കൂടി അർഹിക്കുന്നതാണ്, അദ്ദേഹം കൂടി അർഹിക്കുന്നതാണ് ആ കയ്യടി എന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. പക്ഷേ ഇനി എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെതായ ഇടപെടൽ ഏതൊക്കെ തരത്തിലാണ് സംഭവിക്കുക, സംസ്ഥാനം ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ ധനം ആർജിക്കാൻ കഴിയുമോ, വരുമാനത്തെ ആ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള 100 ചോദ്യങ്ങൾ ഇതിൻ്റെ പുറകെ വരും. പക്ഷേ ഈ ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, തമിഴ്നാട്ടിലോ മറ്റു പല സ്ഥലങ്ങളിലോ ഒക്കെ ഈ TV കൊടുക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ സൈക്കിൾ കൊടുക്കുന്നത് പോലെയോ അല്ല കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ. കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ആയി നിന്നുകൊണ്ട് ഒരു ഗൗതം മാഷൊക്കെ കഴിഞ്ഞ കാലത്ത് പറഞ്ഞതുപോലെ ഒരു മുതലാളിത്ത സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടമാണിത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ബൂർഷ്വാ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇടത് സംവിധാനമാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ധാരാളമായി ഉയരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കുറേയൊക്കെ ഉത്തരം ഇത്തരം നടപടികളിലൂടെ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ കിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ഘട്ടത്തിൽ ആളുകൾ ആവേശത്തോടെ സ്വീകരിച്ചതും പിന്നീട് ഏറ്റവും കൂടുതൽ പരിഹസിച്ചതും വിമർശിച്ചതും ട്രോൾ ചെയ്തതുമൊക്കെ അത് മറ്റൊരു സാഹചര്യമാണ്. അതിവിടെ കോവിഡിൻ്റെ മഹാമാരിയുടെ ഒരു കാലത്താണ് അത്തരത്തിലുള്ള നടപടി ചെയ്തത്. അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കണമായിരുന്നു, അത് തുടരണമെന്നുള്ളതായിരുന്നു, തുടർന്നില്ല എന്നുള്ളതായിരുന്നു പിന്നെ പരാതി. അത് അവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ട സംഗതിയായിരുന്നു. അതല്ല ഒരു യഥാർത്ഥ മോഡൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ആരോഗ്യ മേഖല സ്കാൻഡിനേവിയൻ കൺട്രീസിനൊപ്പം നിൽക്കുന്നതാണ് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴും അതൊക്കെ പൊതുജനാരോഗ്യ മേഖല നമ്മളിപ്പം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു ആ നിലയ്ക്ക് എന്നുള്ളതല്ല. പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മൾ മറ്റേത് രാജ്യത്തെക്കാളും ഒരുപക്ഷെ അമേരിക്കയെക്കാളും ഒക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം CM തന്നെ പറഞ്ഞതുപോലെ അതിനേക്കാളും ഒക്കെ മികച്ച ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചേ മതിയാകും.
മറ്റ് പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതാണ്, ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതിനപ്പുറത്ത് ഇത് ചിലത് അംഗീകരിച്ച് പോയേ മതിയാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ഇത്തരത്തിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അത് പരമാവധി ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ ഇലക്ഷൻ എന്നുള്ള കണ്ണുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നത്. കാരണം ഇതിനിപ്പോൾ ഇപ്പോഴല്ലാതെ പിന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം 5-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക എന്ന സമീപനവും തന്ത്രപരമായ സമീപനവും ഈ ഇടതുമുന്നണി സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനം. നിശ്ചയമായി അതിൻ്റെ ടൈമിങ്ങിനെയാണ് കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. CM എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ക്ഷേമ പെൻഷൻ മാത്രമാണല്ലോ എല്ലാവർക്കും കിട്ടിയ സൂചന. മാത്രമല്ല ഹർഷൻ, ഇത്രയധികം സ്കൂപ്പ് ഉണ്ടായിട്ട് ആർക്കും അത് കിട്ടിയില്ല എന്നുള്ളതാണ്. വാർത്ത വന്നില്ല എന്നുള്ളത് പോലും അത്രയും രഹസ്യാത്മകമായി ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും അതിന് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബുദ്ധിയാണ്. രാഷ്ട്രീയ എന്താ പറയുന്ന ഒരു തന്ത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശിവൻകുട്ടിയെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ തന്ത്രം, ആ തന്ത്രം യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ CPIയെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ മാറ്റി എന്തായിരുന്നു പല മാധ്യമങ്ങളുടെയും ഹെഡ്ലൈന്, CPM CPIക്ക് മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളതാണല്ലോ. ആ ഹെഡ്ലൈൻ അവസാനമായപ്പോഴത്തേനും CM എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ CPM തീർച്ചയായും മിനി ബജറ്റ് എന്ന വിധത്തിലേക്ക് തന്നെ അത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം. നിശ്ചയമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ CPM അതിനോട് പറയുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ഞങ്ങൾ നടപ്പാക്കുന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഞാനിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM കുറേ നാളുകളായി ഈ പെൻഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്, പെൻഷൻ എന്നുള്ളതിനെ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാക്കി എങ്ങനെ ഉപയോഗിച്ചു എന്നതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സൈലന്റ് വോട്ട് ബാങ്ക് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുള്ള ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ ബഹുഭൂരിഭാഗവും പോകുന്നത്. അതെന്തായാലും LDFന് അനുകൂലമാകും എന്ന വലിയ പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. 2 യുവാക്കളെ അവർ പരിഗണിക്കുന്നു. ഒപ്പം അവരുടെ കൂടെയുള്ള പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പുകളെയും മറ്റ് ഘടകകക്ഷികളെയും കൂടുതലായി പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് ഈ റബ്ബറിൻ്റെ താങ്ങുവില കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. കേരള കോൺഗ്രസിനെ UDF ഉന്നവിടുന്നു എന്നുള്ളതാണല്ലോ പുറത്തു വരുന്ന വാർത്തകളൊക്കെ. അപ്പോൾ അതിനിടയിലാണ് ഈ വലിയ പ്രഖ്യാപനം വരുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലേക്കും എത്താനായി എന്നുള്ളതും ആ വിധത്തിൽ ഈ പ്രഖ്യാപനത്തെ പ്രധാനപ്പെട്ടതാക്കുന്നു. പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രികകൾ ജനാധിപത്യത്തിന്റെ നടപ്പുശീലമാണല്ലോ. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലെ ഇടക്കാല ബജറ്റിലും പ്രഖ്യാപന പെരുമഴകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരു പ്രകടന പത്രികയോ മിനി ബജറ്റോ ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കണ്ടത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇതുപോലെ സകല മേഖലകളെയും സ്പർശിക്കുന്ന കുറ്റൻ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. PM ശ്രീ വിവാദത്തിൽ പ്രതിരോധത്തിലാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി മറിച്ച് സ്കോർ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട പദ്ധതികളുമെല്ലാം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കയ്യടി നേടിക്കഴിഞ്ഞു. പക്ഷെ സംസ്ഥാനത്തിന് വലിയ ബാധ്യതകൾ വരുന്ന ഈ പദ്ധതികൾക്ക് പണം എങ്ങനെ കണ്ടെത്തും എന്നത് ചോദ്യചിഹ്നമാണ്. സംസ്ഥാനത്തിന്റെ ചെലവ് 30,000 കോടി വർദ്ധിച്ചെന്നാണ് ധനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത്. ദുഷ്കരമായ സാഹചര്യങ്ങളും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധവും താണ്ടി പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്നാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാക്കട്ടെ എന്ന് RDX ആശംസിക്കുന്നു.